സഹോദരി സഹോദരൻ, ഞാൻ ഒരു പ്രസംഗത്തിനായിട്ട് വേദി ഉപയോഗിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞങ്ങൾ സൂചിപ്പിക്കാം. ശ്രീ നീലകണ്ഠ തീർത്ഥപദ സ്വാമിയുടെ 104ാമത് സമാധിയോടനുബന്ധിച്ചിട്ടാണ് നമ്മുടെ ഈ അദ്വൈത സഭ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു പുണ്യദിനമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം 130 കൊല്ലം മുമ്പാണ് വള്ളികുന്നത്ത് അദ്വൈത സഭ നടന്നത്. അദ്വൈത സഭയിൽ അന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളും തീർത്ഥപാദ പരമഹംസ സ്വാമികളും പണ്ഡിറ്റ് കെ പി കറുപ്പനും തുടങ്ങിയവരുടെ അനുയായികളും ഒക്കെ പങ്കെടുത്ത ഒരു വിശാലമായ ചർച്ച ഇവിടെ ആറമ്പിൽ എന്ന് പറയുന്ന വീട്ടിൽ വെച്ച് ഉണ്ണിക്കൽ ഗോവിന്ദ ബ്രഹ്മാനുഭൂതി പിൽക്കാലത്ത് അന്ന് അദ്ദേഹത്തിന് വീട്ടിൽ വെച്ചിട്ടാണ് ഈ ചർച്ച നടക്കുന്നത്. 1890 കാലമാണ്. പിന്നൊരു 130 വർഷം വേണ്ടി വന്നു നമുക്കിങ്ങനെ ഒരുമിച്ച് ഇവിടെ പോകാം. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെ ശ്രേഷ്ഠരായിട്ടുള്ള, നമ്മളെപ്പോലെ ഭാഗ്യവാന്മാരായിട്ടുള്ള ഒരാൾക്കാർ ഈ കാലഘട്ടത്തിലില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ സ്വാമിയുടെ ഉദ്ഘാടന പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെ പറ്റിയുള്ള ദീർഘ പ്രഭാഷണം നമ്മൾ കേട്ടിരുന്നു പോകുമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സജ്ജനങ്ങൾ എന്ന വേദിയിൽ വന്നിട്ടുണ്ട്. 27 വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ MP ബാലകൃഷ്ണൻ സാറ് അവിടുന്ന് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് സാറ് രാവിലെ എത്തിയിരുന്നു. അപ്പം ഇതിനൊക്കെ ഒരു വേദി എടുക്കാനായിട്ട് ഞങ്ങളെ പെട്ടെന്ന് ചിന്തിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവരാൻ ശ്രീ ഡോക്ടർ സുരേന്ദ്രൻ അദ്ദേഹം പറഞ്ഞു. വളരെ നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. ഞങ്ങൾ ഈ ജാതിരഹിത സമൂഹം ഉദ്ദേശിക്കാനുള്ള ഒരു കാര്യം 1890 കാലഘട്ടത്തിലെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അനീതിക്കെതിരെ, ഈ ജാതി അല്ലെങ്കിൽ ജാതി വിവേചനത്തിനെതിരെ ശക്തമായിട്ട് പോരാടി. അതുപോലെ 1924 കാലഘട്ടമായപ്പോൾ അവരൊക്കെ സമാധിയായി. പിന്നെ അത് വേറൊരു കാലഘട്ടം ഇവിടെ തന്നെ തുടക്കം കുറിച്ചു. ഈ വള്ളികുന്നത്ത് നിങ്ങൾക്കറിയാം, ഇവിടെ കമ്മ്യൂണിസ്റ്റിൻ്റെ കാരുടെ മണ്ണാണ്. ശ്രീ തോപ്പിൽ ഫാസി, ശ്രീ കാമ്പിശ്ശേരി കണ്ണാൻ. അവരുടെ ചിന്താഗതി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ജാതിയും ഇല്ല, മതവും ഇല്ല, വർഗവും ഇല്ല, ലിംഗവും ഇല്ല. ഇദ്ദേഹം ഒരു പ്രത്യേക സൈസിൽ വ്യാപാരം ശബരിമലയിൽ കണ്ടത്. അങ്ങനെയായിരുന്നു അന്ന് അവർ നമ്മളെ പഠിപ്പിച്ചത്. അതെല്ലാം കഴിഞ്ഞു. ഏകദേശം 100 കൊല്ലത്തോളം അവർ ലഭിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിച്ചു. ആ കിടക്കുന്നതായിട്ട് 2025 വേടൻ ആരാ വന്നേക്കുന്നേ? ഞാൻ വേടനാടാ, ഞാൻ പുലയനാടാ, ഞാൻ പറയനാടാ, ഞാൻ നായരാടാ. ഞാൻ ഞെട്ടിപ്പോയി കേട്ടിട്ട്. എന്നാൽ വേടൻ പറഞ്ഞെങ്കിൽ നിന്നാൽ നമുക്ക് വേണ്ടിയില്ല. ഞാൻ രാഷ്ട്രീയം പറയണമെന്ന് നിങ്ങൾ ധരിക്കരുത്. തൊട്ടുപുറയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി പറയുകയാണ്, ആ വേടൻ എന്താ കുഴപ്പം, ആ വേടനാണ്, വേടനാണ്. എങ്ങോട്ടാണ് ഈ പോക്ക്? എങ്ങോട്ടാണ് ഈ പോക്ക്? ഇത് എന്ത് ചിന്ത ചെയ്ത്? ഇവിടെ അങ്ങനെ ഭേദഭാവമുണ്ടോ? നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇനി 2025 നമ്മൾ ജാതി പറഞ്ഞ് ജീവിക്കണോ? അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സബ്ജക്റ്റ് കൊണ്ടുവരാനും ഇത് പൊതുസമൂഹത്തിൻ്റെ ചർച്ചയ്ക്കായിട്ട് കൊണ്ടുവന്നത്. ഇത് കേരളം മാത്രമല്ല, ഭാരതത്തിൽ മുഴുവൻ. അത് ഞങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വളരെ പ്രമുഖരായിട്ടുള്ള, ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ടാണ് ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശ്രീമതി സിസിലി ഇന്നലെ എന്നോട് ചോദിച്ചു വരണോ. എനിക്ക് വളരെ താല്പര്യമുള്ള വിഷയമാണ്. ജാതിയോടാണോ താല്പര്യം എന്നറിയാം, ഇവിടെ പറയും എന്തോന്നറിയാം. എല്ലാവരും പറഞ്ഞില്ലയോ? ഇന്നലെ ഒരാൾ പറഞ്ഞേക്കുന്നത് ഒരു നേതാവ്, അയാൾക്ക് ഞങ്ങളുടെ ജാതി ഇഷ്ടമല്ല. ഇത് എന്തൊരു ജാതിയാണ്, എന്തൊരു ജാതിയാണ് ഇത്! വല്ലാത്ത ഭീഭത്സമായ ഒരവസ്ഥ. ലോകം മുഴുവൻ ഒറ്റ ഇതിൽ നിന്ന് കറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഏതാണ് ഞാൻ സ്വാമിയോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ശാസ്ത്രം വരെ ഉദ്ധരിച്ചുകൂടെ ഐൻസ്റ്റീൻ്റെ. അതാണ് സത്യം. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മുസ്ലിം സഹോദരങ്ങളൊക്കെ കാണാൻ വരാറുണ്ട്. ഞാൻ അവരോട് ഉപയോഗിക്കുന്ന ചെറിയ വാക്ക്, നിയാണ്ടർതാൽസ് എന്ന് പറയുന്ന മനുഷ്യക്കുരങ്ങാണ് നമ്മുടെ മുതുമുത്തച്ഛൻ. നിയാണ്ടർതാൽ ആഫ്രിക്കൻ വനങ്ങളിലായിരുന്നു അതുണ്ടായിരുന്നത്. അവരുടെ 5% ജീന് ഇപ്പോഴും നമ്മുടെ ശരീരത്തുണ്ടെന്ന്
കണ്ടുപിടിച്ചതിനാണ് 2022 നോബൽ സമ്മാനം കൊടുത്തത്. നിങ്ങളുടെ മതം തുടങ്ങിയിട്ട് 1400 വർഷമായതേ ഉള്ളൂ. ക്രിസ്തു മതം തുടങ്ങിയിട്ട് 2024 വർഷമേ. ഞാൻ വളരെ സിമ്പിളായിട്ട് അപ്പോൾ വലിയ ശോഭങ്ങൾ പിടിച്ചിട്ട് സംസ്കൃതം പഠിക്കണം, മനസ്സിലായില്ലേ? 1400 വർഷമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി, 2024 വർഷമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി. എനിക്ക് എത്രയോ അപ്പുറം നമ്മുടെ മുതുമുത്തച്ഛൻ നിയാണ്ടർത്താൽസാണെന്ന് ആണ് ഞാൻ അവരോട് പറയാറുള്ളത്. അപ്പം ഞങ്ങളുടെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളുള്ള പുരോഗമനപരമായിട്ടാണ് ചിന്തിക്കുന്നത്. ഞാനൊരു പ്രവർത്തനം ഇതിനകത്ത് തുടങ്ങി തന്നെ ഞാനൊരു നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നി എന്നാൽ ആ സമൂഹം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനോട് പ്രവർത്തിച്ചത്. നമ്മുടെ ചിന്തയിലെങ്ങും അങ്ങനെയില്ല, നമ്മുടെ പ്രവൃത്തിയിൽ അങ്ങനെയില്ല. ഇവിടെ മുമ്പേ പറഞ്ഞത് ഉദാത്തമായ സങ്കല്പമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാഫുണ്ട് സിന്ധു, ഇവിടെ ചായയൊക്കെ നൽകുന്നത്. സിന്ധു തൃശ്ശൂരുള്ള, ഞങ്ങൾ സിന്ധു ഇട്ടേക്കുന്ന പേര് സിന്ധു നായർ. അങ്ങനെ നട്ടെന്ന് പറഞ്ഞാൽ ജാതി വെച്ച് പറഞ്ഞാൽ എനിക്കില്ലല്ലോ, എൻ്റെ പേരിൻ്റെ കൂടില്ലല്ലോ, നിങ്ങളെവിടെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ സിന്ധുവിന് ഒരു അധികം കൊടുത്ത് എന്തെങ്കിലും ഗുണമുണ്ടാക്കി കിട്ടട്ടെന്ന്. അപ്പം ഈ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ഉയർന്നു വന്ന നമ്മളൊക്കെ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ നമ്മളൊക്കെ വീണ്ടും 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 അങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുന്നത് മോശമല്ലേ? ഒരുപാട് ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്താൽ തീരാത്ത, 2 ദിവസം ചർച്ച ചെയ്താൽ തീരാത്ത ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ബേസ് ചെയ്ത് തന്നിട്ടായിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. അത് പല കാഴ്ചപ്പാടിലായിരിക്കും പലരും പറയുന്നത്. എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടകൻ്റെ സംസാരം തീർച്ചയായിട്ടും എനിക്ക് തന്നെ ചിന്തിച്ചത് ഞങ്ങളൊക്കെ ഒന്നാണെന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ്. നമുക്ക് അങ്ങനെ തന്നെ പോകണം. അതിന് എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് ഈ സഭ ഒരു പൂർണ്ണ വിജയമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ